ശ്രീ ഷോൺ, ഇപ്പോൾ എക്സാലോജിക്കിൽ 2.78 കോടി എത്തിയതിനു പിന്നാലെ വീണ 45 ലക്ഷം എംപവർ ഇന്ത്യ ലിമിറ്റഡിന് കൈമാറിയെന്ന ചാർട്ട് സഹിതമാണ് മനോരമ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വന്തം കമ്പനിയിലേക്ക് തിരിച്ചടയ്ക്കാൻ പൊതുമേഖലാ കമ്പനിയുടെ പണം ഉപയോഗിച്ചു എന്നല്ല ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ല, തീർച്ചയായിട്ടും ഇത് എംപവർ ഇന്ത്യയിൽ നിന്നും വീണ മേടിച്ച പൈസയുടെ കാര്യം ഇന്നൊന്നുമല്ല, ഞാൻ 1.5 വർഷം മുമ്പ് നിങ്ങളോടൊക്കെ പറഞ്ഞതാണ്. അത് ആ പണം ഇപ്പം 2 സ്ഥാപനങ്ങൾ തമ്മിൽ നടക്കുന്ന ഇടപാട് സാമ്പത്തികം ഒക്കെ പറയുമ്പോൾ സ്വകാര്യ പണമിടപാട് സ്ഥാപനം NBFCയിൽ നിന്നും വീണയ്ക്ക് കൊടുത്ത പൈസയും ആ പൈസ തിരിച്ച് വീണ അടച്ചിട്ടുള്ളത് CMRൽ നിന്ന് കിട്ടിയ പൈസ, അതായത് ഇപ്പുറത്തെ കയ്യിൽ നിന്നെടുത്ത് ഇപ്പുറത്ത് കൊടുത്തിട്ട് ആ കയ്യിൽ നിന്നെടുത്ത് തിരിച്ചു അങ്ങോട്ട് കൊടുത്തു എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവർ തമ്മിലുള്ള വ്യക്തിബന്ധവും ഇവർ തമ്മിലുള്ള ഇടപാടുകളും സ്വകാര്യ ഇടപാടുകളും ഇവിടെ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന പോലെ വീണയുടെ കമ്പനിയും CMRലും തമ്മിൽ ഇടപാട് നടത്തിയാൽ നിങ്ങൾക്കെന്ത് കുഴപ്പമെന്ന് ചോദിക്കുന്ന CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയോട് പറയേണ്ടതും അദ്ദേഹം മനസ്സിലാക്കേണ്ടിരിക്കുന്ന ഇതാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയുള്ള ഒരു ഇടപാട് മാത്രമല്ല, അതിലുപരി ഇവർ തമ്മിലുള്ള ആത്മബന്ധവും ബാന്ധവവും ഒത്തിരി വലുതാണ്. മാത്രമല്ല ഈ മറ്റൊരു കാര്യം കൂടെ, CPMൻ്റെ മാനദണ്ഡങ്ങൾക്കപ്പുറം നിയമപരമായി തന്നെയും ഒരു പൊതുമേഖലാ സ്ഥാപനവുമായി മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ കേന്ദ്രമന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ ബന്ധുക്കൾ എന്ന് വെച്ചാൽ ഏറ്റവും അടുത്ത ബന്ധമാണ് മകൾ ഇത്തരത്തിലുള്ള ഒരു കരാറിൽ ഏർപ്പെടാൻ പാടില്ലാത്തതാണ്. അത് നിയമപരമായി തെറ്റാണ്. എൻ്റെ വിശ്വാസം ശരിയാണെങ്കിൽ CPMും അത്തരത്തിൽ ഒരു പാർട്ടിക്കകത്ത് അത്തരത്തിലുള്ള ഒരു മാനദണ്ഡം ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ മന്ത്രിമാരുടെ മക്കളോ ബന്ധുക്കളോ ആരും ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായി ബന്ധപ്പെടുന്ന സ്ഥാപനങ്ങളുമായി പണമിടപാടോ ഇടപാടുകളോ നടത്താൻ പാടില്ല എന്ന് CPMനും അത്തരത്തിലൊരു വ്യവസ്ഥയുണ്ടെന്നാണ് എനിക്ക് സഖാക്കളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.